ടെസ്റ്റാണ് അൾട്ടിമേറ്റ് ഫോം ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. വിരാട് കോഹ്ലിയാണ് ഇൻസ്പയർ ചെയ്യുന്നത്. ബിക്കോസ് പുള്ളിയുടെ ആ ഒരു ഓൾ 3 ഫോമാറ്റ്സിൽ ഓരോരോ ഗെയിം സിറ്റുവേഷൻസിൽ വന്ന് ക്രോസ് കളി ജയിപ്പിക്കാനും ആ ഒരു ഹങ്കർനെസ് എബി ഡിവിലിയേഴ്സ് ആയിരിക്കും. ഒരു ബാറ്റിംഗ്, ബിക്കോസ് അത്ലറ്റിസിസം, ഫീൽഡിംഗ് ആയിക്കോട്ടെ, വിക്കറ്റ് കീപ്പിംഗ് ആയിക്കോട്ടെ, പുള്ളി എല്ലായിടത്തും കാണും. നമ്മൾ എല്ലായിടത്തും പോയി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ടീമിന് വേണ്ടി നമുക്ക് ഏതൊക്കെ ഒരു സമയത്ത് ചിപ്പിൻ ചെയ്യാൻ പറ്റും, അതല്ലേ ഏറ്റവും ആവശ്യം. അറ്റ് ദി എൻഡ് ഓഫ് ദ ടൈം ടീം ജയിക്കുമ്പോഴല്ലേ നമുക്ക് ആ ഒരു എക്സ്ട്രാ ഒരു സുഖം കിട്ടും. വളരെ എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്നതുകൊണ്ട് വളരെ സന്തോഷമായി. ബിക്കോസ് നമ്മൾ സ്പോർട്സ് ബ്രാൻഡ്സ് നമ്മൾ ഒരു അത്ലീറ്റിന് കിട്ടുമ്പം വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. അതും വെച്ച് എനിക്ക് ഒരു 3 ഇയേഴ്സോളം പോകാൻ പറ്റി. ടെസ്റ്റ് ടീം ജേഴ്സിയാണ് ഷോൺ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇല്ല, ടെസ്റ്റാണ് അൾട്ടിമേറ്റ് ഫോം ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളെ വേൾഡിൽ. സോ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ വാലിഡേഷൻ ഏതൊരു ഫോർമാറ്റ് ഇങ്ങനെ കിട്ടാൻ അങ്ങനെ ഇല്ല. സോ ആ ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ 5 ദിവസത്തിൽ നമുക്ക് എന്തും സംഭവിക്കാം, നമുക്കൊന്നും അൺപ്രഡിക്റ്റബിൾ ആണ്. സോ അതിൻ്റെ ഒരു ബ്യൂട്ടി ആ ഒരു ഫോർമാറ്റിന് അതാണ്. സോ അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ ഫണ്ണായിട്ട് കാണുന്നത്. എന്ത് നാഷണൽ സൈഡിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിൽ ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്നൊരു പ്ലെയർ ആരായിരിക്കും? വിരാട് കോഹ്ലിയാണ് ഇൻസ്പയർ ചെയ്യുന്നത്. ബിക്കോസ് പുള്ളിയുടെ ആ ഒരു ഓൾ 3 ഫോമാറ്റ്സിൽ ഓരോരോ ഗെയിം സിറ്റുവേഷൻസിൽ വന്ന് ക്രോസ് കളി ജയിപ്പിക്കാനും ആ ഒരു ഹങ്കർനെസ്, പിന്നെ ആ ഒരു ഡിറ്റർമിനേഷനാണ് നമ്മൾ കാണേണ്ടത്. ബിക്കോസ് ഓഫ് ദ ഫീൽഡ് ആയാലും ഫിറ്റ്നസ് ആയിക്കോട്ടെ, ഓൺ ദ ഫീൽഡ് വരുമ്പം 110% ആയാലും പുള്ളി അതിൽ കൊടുക്കുന്നുണ്ട്. സോ അത് നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. വിരാട് തന്നെ ടാലൻറ്റ് മാനേജ്മെൻറ്റ് ടീമായ കോർണർ സ്റ്റോൺ എനിക്ക് തോന്നുന്നു സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? ആ ഒരു സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ആ ഒരു മാനേജ്മെൻറ്റ് അങ്ങനെ ആ ഒരു ടൈമിൽ എന്നെ സപ്പോർട്ട് ചെയ്തത്. സോ അവർ SGയുടെ ബാറ്റ്സ് ആയിക്കോട്ടെ, പൂമയുടെ ആ ഒരു ടൈമിൽ വളരെ എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്നതുകൊണ്ട് വളരെ സന്തോഷമായി. ബിക്കോസ് നമ്മൾ സ്പോർട്സ് ബ്രാൻഡ്സ് നമ്മൾ ഒരു അത്ലീറ്റിന് കിട്ടുമ്പം വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. അതും വെച്ച് എനിക്ക് ഒരു 3 ഇയേഴ്സോളം പോകാൻ പറ്റി. സോ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ടീം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേവറേറ്റ് പ്ലെയർ, ഇൻ്റർനാഷണൽ പ്ലെയർ? ഇന്ത്യൻ ടീമിൽ ഫേവറേറ്റ് പ്ലെയേഴ്സ് അങ്ങനെ ഡിവിലിയേഴ്സ് ആയിരിക്കും. ബിക്കോസ് എബി ഡിവിലിയേഴ്സ് ആയിരിക്കും. ഒരു ബാറ്റിംഗ്, ബിക്കോസ് അത്ലറ്റിസിസം, ഫീൽഡിംഗ് ആയിക്കോട്ടെ, വിക്കറ്റ് കീപ്പിംഗ് ആയിക്കോട്ടെ, പുള്ളി എല്ലായിടത്തും കാണും. സോ IPL നമ്മൾ മാച്ചസൊക്കെ കാണുമ്പം ഡിവിലിയേഴ്സിൻ്റെ ഓരോരോ മാച്ച് വിന്നിങ് നോക്സും 360 ഡിഗ്രിയിൽ കളിക്കുന്നതും നമ്മൾ ഫസ്റ്റായിട്ട് അങ്ങനെ 360 കാണുന്നത് ഡിവിലിയേഴ്സ് എന്നായിരിക്കും. ഫീൽഡിലേക്ക് ആയിക്കോട്ടെ, സൂപ്പർമാൻ. സോ പുള്ളിയിൽ ഏതെങ്കിലും എല്ലാ സ്ഥലത്തും വെക്കാൻ പറ്റുന്ന ഒരു ഫീൽഡറും കൂടെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറായി മാറണമെന്നാണ് എനിക്കും ആഗ്രഹം. നമ്മൾ എല്ലായിടത്തും പോയി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ടീമിന് വേണ്ടി നമുക്ക് ഏതൊക്കെ ഒരു സമയത്ത് ചിപ്പിൻ ചെയ്യാൻ പറ്റും, അതല്ലേ ഏറ്റവും ആവശ്യം. അറ്റ് ദി എൻഡ് ഓഫ് ദ ടൈം ടീം ജയിക്കുമ്പോഴല്ലേ നമുക്ക് ആ ഒരു എക്സ്ട്രാ ഒരു സുഖം കിട്ടുള്ളൂ.